എല്ലാവർക്കും നമസ്കാരം. CMSൻ്റെ ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തു. നമ്മൾ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമാണ് അതിൻ്റെ ആൻസർ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ എന്ത് പറ്റിയെന്നറിയില്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ആ പ്രോബ്ലം ചെയ്ത് അയച്ചു തരിക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഹോട്ട് ബോഡി വിച്ച് എമിറ്റ് ആൻഡ് അബ്സോർബ് ഓൾ ഫ്രീക്വൻസി റേഡിയേഷൻ. എല്ലാ ഫ്രീക്വൻസിയിലുമുള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും കഴിവുള്ള ബോഡിയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ഇരുമ്പ് ദണ്ട്, ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് നമ്മൾ ചൂടാക്കുകയാണ്. ഒരു ആലയിൽ, അതായത് ഇരുമ്പിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന സ്ഥലം, അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഇരുമ്പിനെ ഇങ്ങനെ ചൂടാക്കുമ്പോഴത്തേക്കും നല്ല ചുവന്ന കളറിൽ മാറും, റെഡ് ഹോട്ടായിട്ട് മാറുന്ന കാണാൻ പറ്റും. അങ്ങനെ റെഡ് ഹോട്ടായിട്ട് മാറ്റിയാണ് അതിനെ ഓരോ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇരുമ്പ് കൊണ്ട് പല ഉപകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ഇരുമ്പ് കഷ്ണത്തെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ ആദ്യം അതൊരു ചെറിയൊരു റെഡിഷ് കളർ വന്നിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ അത് മോർ ആൻഡ് മോർ റെഡ്, നല്ല റെഡ് കളറായിട്ട് മാറും. വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അത് വൈറ്റ് കളറായിട്ട് മാറും, ബിക്കം വൈറ്റ് ഹോട്ട്. ഇനി വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അത് ബ്ലൂ കളറിലോട്ട് മാറും. അപ്പോൾ റെഡ് കളർ സൂചിപ്പിക്കുന്നത് ലോവർ ഫ്രീക്വൻസിയെയും ബ്ലൂ കളർ സൂചിപ്പിക്കുന്നത് ഹയർ ഫ്രീക്വൻസിയെയുമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് പല ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുന്നു. ആദ്യം റെഡ് റേഡിയേഷനാണ് എമിറ്റ് ചെയ്തത്. ഹീറ്റ് ചെയ്ത് വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ വൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്തു, പിന്നെ ബ്ലൂ റേഡിയേഷൻ വന്നു. ഇങ്ങനെ ധാരാളം ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യാനും കഴിവുള്ള വസ്തുക്കളെയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് വെരി ഹോട്ട് ബോഡി ആയിരിക്കും. എക്സ്ട്രീംലി ഹയർ ടെമ്പറേച്ചറിലാണ് ഈ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ഹോട്ട് ബോഡി വിച്ച് എമിറ്റ് ആൻഡ് അബ്സോർബ് ആൾ ഫ്രീക്വൻസി റേഡിയേഷൻ ഈസ് കാൾഡ് ബ്ലാക്ക് ബോഡി. എല്ലാ ടൈപ്പിലുള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും കഴിവുള്ള ബോഡിയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അത് വെരി ഹൈ ടെമ്പറേച്ചറിലായിരിക്കും അങ്ങനെ എമിറ്റ് ചെയ്യുന്നത്. ദി റേഡിയേഷൻ എമിറ്റഡ് ബൈ സച്ച് ബോഡി ഈസ് കാൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇങ്ങനെ ബ്ലാക്ക് ബോഡീസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ഹോട്ട് ബോഡി വിച്ച് എമിറ്റ് ആൻഡ് അബ്സോർബ് ആൾ ഫ്രീക്വൻസി റേഡിയേഷൻ ഈസ് കാൾഡ് ബ്ലാക്ക് ബോഡി. എല്ലാ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെയും എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യാനും കഴിവുള്ള ബോഡിയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അതിൽ നിന്ന് വരുന്ന റേഡിയേഷനെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയും. ദി റേഡിയേഷൻ എമിറ്റഡ് ഗോസ് ഫ്രം എ ലോവർ ഫ്രീക്വൻസി ടു എ ഹയർ ഫ്രീക്വൻസി ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലോവർ ഫ്രീക്വൻസിയിൽ നിന്നും ഹയർ ഫ്രീക്വൻസിയിലേക്കുള്ള റേഡിയേഷൻസ് ഇത് എമിറ്റ് ചെയ്യും. ഇതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഇത് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ആറ്റംസ് ഓർ മോളിക്യൂൾസ് കുഡ് എമിറ്റ് എനർജി നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് discontinuously in the form of small packets called quanta. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത് ആറ്റമോ മോളിക്യൂളോ എനർജി എമിറ്റ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ്ലി, അതായത് തുടർച്ചയില്ലാതെ, അതായത് തുടരെ ഇങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ പഠിച്ചു. ആദ്യം ഒരു ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വരുന്നു, റെഡ് റേഡിയേഷൻ, അത് കഴിഞ്ഞിട്ട് വൈറ്റ് റേഡിയേഷൻ, അങ്ങനെ ലാസ്റ്റ് ഹയർ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും ബ്ലൂ റേഡിയേഷൻ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്, ഓരോരോ പാക്കറ്റ്സ് ആയിട്ടാണ്. ഓരോരോ പാക്കറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈപ്പ് റേഡിയേഷൻ, ഒരു ഫിക്സഡ് എനർജിയുള്ള റേഡിയേഷൻ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആറ്റമോ മോളിക്യൂളോ ഇങ്ങനെ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒന്ന് എമിറ്റ് ചെയ്ത് ഒരു പാക്കറ്റ്സ്, ഈ പാക്കറ്റ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് റേഡിയേഷൻ, എ സ്ട്രീം ഓഫ് റേഡിയേഷൻ. ഒരു ടൈപ്പ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഒരു ടൈം ലാഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അടുത്ത ടൈപ്പ് റേഡിയേഷൻ വരുന്നു. ഇതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ നോക്കാം. According to this theory, atoms or molecule could emit energy not continuously but discontinuously in the form of small packets of energy called quanta. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഓരോ പാക്കറ്റ്സിനെയുമാണ് ക്വാണ്ട എന്ന് പറയുന്നത്. പാക്കറ്റ് മീൻസ് എ സ്ട്രീം ഓഫ് റേഡിയേഷൻ, ഒരു പർട്ടിക്കുലർ റേഡിയേഷൻ. ആ റേഡിയേഷൻ എമിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ടൈപ്പിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ഇങ്ങനെ ഓരോരോ റേഡിയേഷൻ വരുന്നത് എന്നാണ് മാക്സ് പ്ലാങ്ക് പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. ദി എനർജി ഓഫ് ദി എമിറ്റഡ് റേഡിയേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് E ഈസ് ഈക്വൽ ടു h ന്യൂ. ഇത് hv അല്ല, h ന്യൂ ആണ്. നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും അത് വി പോലെ എഴുതരുത്, വിയുടെ എൻഡ് വന്നിട്ടൊന്ന് വളച്ച് എഴുതുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവിടെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എനർജി ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ എനർജിയും ഫ്രീക്വൻസിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി അവിടെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തതാണ് h എന്ന് പറയുന്നത്. E ഈസ് ഈക്വൽ ടു h ന്യൂ. ഇതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ ഫോർമുലയാണ്. E ഈസ് ഈക്വൽ ടു h ന്യൂ. അവിടെ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അതിനൊരു വാല്യൂ ഉണ്ട്, 6.626 ഇൻറ്റു 10⁻⁻34. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം പഠിച്ചു വയ്ക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഇനി അങ്ങോട്ട് എല്ലാ ചാപ്റ്ററിലും ഇത് ആവശ്യമായിട്ടൊക്കെ വരും. അപ്പോൾ ആ വാല്യൂ ഓർമ്മിച്ച് വയ്ക്കുക. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് h, സ്മോൾ ലെറ്റർ h കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് എ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34. ഇനി ഇതുപോലുള്ള പല കോൺസ്റ്റൻറ്റും അതിൻ്റെ വാല്യൂസും നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇപ്പോൾ ക്ലിയർ ആക്കി പോവുക. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത് ആറ്റമോ മോളിക്യൂളോ എനർജി എമിറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ്ലി ആയിട്ട്, കുറേ പാക്കറ്റ്സ് ആയിട്ട്, കുറേ സ്ട്രീം ഓഫ് റേഡിയേഷനായിട്ട് ആണ് എമിറ്റ് ചെയ്യുന്നത്. ആ ഓരോ പാക്കറ്റ്സിനെയും ക്വാണ്ട എന്ന് പറയും. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനാണ് E ഈസ് ഈക്വൽ ടു h ന്യൂ. E എന്ന് പറയുന്ന എനർജി, h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. ഇതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അടുത്തിനി പഠിക്കാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. 1887 ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തതും പിന്നീട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്.
അപ്പോൾ കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ കാര്യങ്ങൾ അവതരിപ്പിച്ചതും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. നോബൽ പ്രൈസ് കിട്ടിയതും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നോക്കാം. ഇത് ഒബ്സർവ് ചെയ്തത് ആദ്യമായിട്ട് ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കണ്ട കാര്യം ഇതാണ്: ദി ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ ഫ്രീക്വൻസി റേഡിയേഷൻ ഫാൾസ് ഓൺ ഇറ്റ്. അതായത് ഒരു മെറ്റൽ സർഫസിൽ ചില റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തതായിട്ട് ഒബ്സർവ് ചെയ്തു. ഇതൊരു പരീക്ഷണത്തിൽ അദ്ദേഹം കണ്ടതാണ്. ചില റേഡിയേഷൻസ് മെറ്റൽ സർഫസിൽ വീഴുമ്പോഴത്തേക്കും അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. നമ്മൾ ഇരുമ്പ് കഷ്ണം എടുത്ത് വെച്ച് സൺലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതല്ല. ചില ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വന്ന് മെറ്റലിൻ്റെ പുറത്ത് മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയും. ഈ ഫിനോമിനനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. മെറ്റൽ സർഫസിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ, ചില പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ദി ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ ഫ്രീക്വൻസി റേഡിയേഷൻ ഫാൾസ് ഓൺ ഇറ്റ്. പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷനാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മിനിമം ഫ്രീക്വൻസി, അതായത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയെ പറയുന്ന പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ്. അതിനെ ന്യൂ സീറോ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, അതിൻ്റെ താഴെയായിട്ട് ഒരു സീറോ കൊടുക്കുക. ന്യൂ സീറോ എന്നാണ് അത് വായിക്കേണ്ടത്. ന്യൂ സീറോ എന്നുള്ളതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇനി ദി കൈനറ്റിക് എനർജി ഓഫ് ദി മൂവിങ് ഇലക്ട്രോൺ. നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല അറിയാം, 12 mv² ആണ്. എന്നാൽ ഇവിടെ ഈ മൂവിങ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൊണ്ടുവന്നു. 12 mv² ഈക്വൽ ടു, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. അപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ, കൈനറ്റിക് എനർജി ഓഫ് മൂവിങ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നോക്കുക. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഡിയേഷൻ മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയും. ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല 12 mv² ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. അവിടെ ന്യൂ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും ന്യൂ സീറോ എന്ന് പറയുന്നത് ഈ മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുമാണ്. അപ്പോൾ ന്യൂ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്. ന്യൂ സീറോ എന്ന് പറയുന്നത് ആ മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അത് ഓരോ മെറ്റലിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് ന്യൂ സീറോ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ h കൊണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h ന്യൂ മൈനസ് h ന്യൂ സീറോ എന്ന് എഴുതാം. h ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ h ന്യൂ മൈനസ് h ന്യൂ സീറോ എന്ന് എഴുതാം. ഈ h ന്യൂ സീറോ എന്ന് പറയുന്നതിനെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ടാണ് അതും കൂടെ പറയുന്നത്. ഈ h ന്യൂ സീറോ എന്ന് പറയുന്നതാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല h ന്യൂ സീറോ. ഇനി എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ദി മിനിമം എനർജി റിക്വയർഡ് ടു എജക്ട് ദി ഇലക്ട്രോൺ. ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. മിനിമം ഫ്രീക്വൻസി ടു എജക്റ്റ് ആൻ ഇലക്ട്രോൺ.
ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയാണ് ν0. അപ്പോൾ hν0 എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ വേണ്ട മിനിമം എനർജി, ദി മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ദി ഇലക്ട്രോൺ, അതാണ് hν0. അതിനെയാണ് വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കുക. ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മെറ്റൽ സർഫസ്, അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് പോകുന്നതും കാണാം. ഇനി നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നാമത്തത്, the electrons are ejected from the metal surface as soon as the beam of light strikes the surface. There is no time lag. ഈ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത് റേഡിയേഷൻ വന്ന് വീണ ഉടനെ തന്നെയാണ്, അവിടെ ടൈം ലാഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ കാര്യം, എപ്പോഴാണോ ലൈറ്റ് ഒരു റേഡിയേഷൻ വന്ന് മെറ്റൽ സർഫസിൽ പതിക്കുന്നത് ഉടൻ തന്നെ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു, അവിടെ ടൈം ലാഗ് ഒന്നും ഇല്ല. രണ്ടാമത്തെ പ്രത്യേകത, ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. എത്ര ഇലക്ട്രോൺസ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്നു, ഇജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ആ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആ ലൈറ്റിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ചായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എമിഷൻ. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. മൂന്നാമത്തെ പ്രത്യേകത, ഫോർ ഈച്ച് മെറ്റൽ there is a minimum frequency called threshold frequency below which photoelectric effect not observed. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഓരോ മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാകും, അതിനെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അതിന് താഴെ ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വന്ന് വീണാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. അപ്പോൾ ഓരോ മെറ്റലിനും ഓരോ മിനിമം ഫ്രീക്വൻസി ഉണ്ട്, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ആ ഫ്രീക്വൻസിയേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനാണ് ആ മെറ്റലിൽ വന്ന് വീഴുന്നതെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ ആ മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാളും കൂടിയ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വന്ന് വീണാൽ മാത്രമേ ഈ ഫിനോമിനൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പ്രത്യേകത. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലമാണ്, നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പ്രോബ്ലം. 2-3 പ്രോബ്ലം ഉണ്ട്. ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു പ്രോബ്ലം പഠിക്കാം, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുകയും ചെയ്യാം. The threshold frequency for a metal is 7 × 10⁻14 (10⁻⁻1). Calculate kinetic energy of an electron emitted when radiation of frequency 1 × 10⁻15 hits the metal. അപ്പോൾ പ്രോബ്ലം നോക്കുക. ഒരു മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 7 × 10⁻14 (10⁻⁻1). ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് (10⁻⁻1), അല്ലെങ്കിൽ ഹെഡ്സ് എന്ന് പറയുന്ന യൂണിറ്റും ഉപയോഗിക്കാം. കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ എമിറ്റഡ് വെൻ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി 1 × 10⁻15 ഹിറ്റ്സ് ദി മെറ്റൽ. അപ്പോൾ 1 × 10⁻15 ഫ്രീക്വൻസി ഉള്ള ഒരു റേഡിയേഷൻ ഈ മെറ്റലിൽ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല h × μ - μ0 ആണെന്നറിയാം. അപ്പോൾ അത് എഴുതുക. ഇനി തന്നേക്കുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. μ0 ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് μ0, അത് തന്നിട്ടുണ്ട് 7 × 10⁻14. ഇനി ആ മെറ്റലിലേക്ക് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 × 10⁻15. അത് ന്യൂ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുക. ന്യൂ = 1 × 10⁻15. ഇനി ഇവിടെ h എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.626 × 10⁻34 ആണ്. അപ്പോൾ ഹെച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ
കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6.626 ഇൻറ്റു 10⁻³ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 ഇൻറ്റു 10⁻15 മൈനസ് 7 ഇൻറ്റു 10⁻14 എന്ന് വരും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റൊക്കെ കറക്റ്റായിട്ടൊക്കെ കൊടുത്ത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.9878 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്നൊരു വാല്യൂ കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിച്ചു 1.9878 ഇൻറ്റു 10⁻⁻19 ജൂൾ. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. ഹെച്ചിൻ്റെ വാല്യൂ അതിൽ തന്നിട്ടില്ല, പക്ഷേ നമ്മൾ അത് എഴുതണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഹെച്ചിൻ്റെ വാല്യൂ ബ്രാക്കറ്റിൽ തരാം, ചിലപ്പോൾ തരാതിരിക്കാം. അപ്പോൾ ഹെച്ചിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു വയ്ക്കണം. 6.626 ഇൻറ്റു 10⁻⁻34. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. If an electromagnetic radiation of frequency 1.5 into 10⁻14 hits a metal surface, electrons are emitted from it. Calculate kinetic energy. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁻14. അത് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീണപ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ എമിറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെയാണ്, വാല്യൂസ് മാത്രമേ മാറുന്നുള്ളൂ. ഫ്രീക്വൻസി 1.5 ഇൻറ്റു 10⁻14. ത്രെഷോൾഡ് ഫ്രീക്വൻസി ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് 0.5 ഇൻറ്റു 10⁻14. അപ്പോൾ ഹെച്ചിൻ്റെ വാല്യൂയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് തന്നെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. പ്രോബ്ലം ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഉടനെ തന്നെ അയച്ചു തരികയും വേണം. ക്ലാസ് കണ്ടതിന് ശേഷം ആ പ്രോബ്ലം ചെയ്ത് അയച്ചു തരിക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ പെൻഡിങ് വെച്ചേക്കരുത്, ഉടനെ തന്നെ ഇത് അയക്കണം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, രണ്ടാമത് പഠിച്ചത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് പഠിച്ചത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതാദ്യമായി ഒബ്സർവ് ചെയ്തത് ഹെൻറിച്ച് ഹഡ്സൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു പ്രോബ്ലം കൂടെ പഠിച്ചു. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.